അത് ശരി, നമ്മളെന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതെ, എന്റെ പെങ്ങളും ഒരുത്തനും തമ്മിൽ ഇഷ്ടത്തില്ല. ഞാൻ വിളിച്ചിട്ടുണ്ട്, അതിപ്പിങ് വരും. വരുന്നുണ്ടല്ലോ. ആശാനെ, അവന്റെ ചെകളടിച്ചോ പൊളിച്ചാ ആശാനെ. ഓ, ഇന്ന് നല്ല ഉറപ്പ്. ഇവിടെ വാ. എന്നാ ഏട്ടായി വരാൻ പറഞ്ഞേ? ഞാനാണ് എന്റെ പെങ്ങടെ പറയാൻ നടക്കുന്നത്. അല്ല ഏട്ടായി, അവൾ എന്റെ പറയാ ഏട്ടായി നടന്നത്. ആശാന്റെ പെങ്ങളല്ലേ, ആശാൻ എല്ലാരും പറയല്ലേ ആശാനെ. എങ്ങനെയാ അപ്പൊ നമുക്ക് വലിച്ചിട്ട് അങ്ങ് തുടങ്ങിയാലോ? വടംവലിയാണ് ഏട്ടായി, ഞാനും ഇവിടെ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അതല്ല ഇത് മമ്മി അറിഞ്ഞോണ്ടല്ലോ എന്റെ കവാല അടിച്ചു വിളിക്കും. കവാല ഞാൻ പോവാ. ഇപ്പൊ കല്ലായിരിക്കും അല്ലേ? കല്ല അവള് പറഞ്ഞോണ്ട് ചേട്ടായി വീട് പണി ജോലിയാന്ന്. ചേട്ടാ മെറ്റലിനൊക്കെ പെന്ന ഏട്ടാ വില. പിന്നെ പറയാനോ, നെറ്റിലൊക്കെയാണ് ഇപ്പൊ അടിക്ക് 100 രൂപ വില. ഒരു വീടൊക്കെ പണി പെന്ന ചെലവായിരിക്കും അല്ലേ? 10-25 ലക്ഷം രൂപ വേണം ഒരു വീടൊക്കെ ഭയങ്കര ചെലവാ. അങ്ങോട്ട് പറ. അതൊക്കെ പോട്ടെ, ഇനി മേലെ എന്റെ പെങ്ങടെ പറയാൻ കണ്ട് നടന്ന. ചേട്ടായി അവളിൽ എനിക്ക് പറ്റത്തില്ല ചേട്ടായി. അവളായിരുന്നു എന്റെ ലോകം. വിധി കൊണ്ടുപോയി അതിവേഗം. മിഴി നൊന്ന് തന്നെ നിൽക്കുന്ന കാലം തിരികെ വരില്ല എന്നാലും. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരത്തില്ല. അല്ല തന്നെ നിനക്ക് എന്ത് യോഗ്യതയുള്ള, നിനക്ക് എന്തിനും കഴിവുണ്ടോടാ? എനിക്കുണ്ടല്ലോ PSC ക്വസ്റ്റ്യൻ ഉണ്ടാകുന്ന ജോലിയാ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയുവാണെങ്കിൽ നിങ്ങൾ എനിക്ക് പെങ്ങളെ കെട്ടിച്ചേരണ്ട. പക്ഷെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പെങ്ങളെ ഞാൻ തൂക്കും. എന്നാ നീ ചോദിക്കടാ. 4 കാലുള്ള പക്ഷി ഏതാണെന്നറിയോ? അവ മുങ്ങി. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? എന്നാ പോട്ടെ, 3 കാലുള്ള പക്ഷി ഏതാന്ന് പറ. കുറച്ചും കൂടെ കുറയ്ക്കായി. കാലില്ലാത്ത പക്ഷി ഏതാണെന്നറിയാവോ? ഇവൻ തന്നെ എന്റെ അളിയൻ. ശരിയേട്ടാ, പോട്ടെ ഏട്ടായി. ശരിയുടെ മോനെന്നാ. ഇതുപോലൊരു തങ്കപ്പെട്ട പയ്യൻ മണ്ടന്മാര് വിശ്വസിച്ച് നാളെ തന്നെ PSCക്ക് ചേരണം.